മോളെടുത്ത് വന്നിട്ട് പണിയോട് പണി തന്നെ. അമ്മ എന്തിനാ രണ്ടിനും ഇപ്പൊ കടിയിട്ട് കാല് പോക്കിട്ട് അത് നിൽക്കുന്നു. അതാണ് ഞണ്ടിന്റെ മുന്നിൽ മുണ്ടൊക്കെ അഴിച്ചിടണമെന്നാണ് ഹിറ്റാച്ചി കൊണ്ടിരുന്ന ഒരു അച്ഛനെ ഇരിക്കാൻ. ഞണ്ടിന്റെ മുന്നിൽ മുണ്ടൊക്കെ അഴിച്ച് അച്ഛൻ ബഹുമാനം കാണിച്ചിട്ടുണ്ട് കെട്ടിക്കച്ചേന്. രാവിലെ തന്നെ ഒരു കടി നോക്കിയിട്ട് കിട്ടും. പൂന്ന 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 അതായിരുന്നു കൂടി ഇന്ത്യയിലും കിട്ടും. ഭയങ്കര ഡേഞ്ചറായി ചെറുത്, വലുത് അത്ര വലിയ പ്രശ്നമില്ല. പൊക്കിക്കോ പൊക്കിക്കോ. മുഖത്തല്ല വേല ആക്ഷൻസിൽ ഇടുന്ന മുഖഭാവല് കൊടുക്കുന്നുണ്ട് ഞണ്ടിനെ പിടിക്കുമ്പോ. കൊട്ടണ്ട, അത് വേണമെങ്കിൽ കാലൊക്കെ പൊട്ടിച്ചാടി ഇടും. പൈസ മാറ്റണം എല്ലാത്തിനും. പൈസ വേണേ. 10 രൂപ കൂലി. 10 രൂപ ക്യാമറ പിടിച്ചതിന് 20 രൂപ നഷ്ടം. ക്യാമറമാൻ ഞാൻ എടുത്തു കൊടുക്കാനിരുന്നല്ലോ. എന്നാലും എന്താണ് തിരക്കെന്ന് വെച്ചാൽ ഒരു തിരക്കൂല, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടത്തെ തിരക്ക് വേറെ ഒന്നല്ല. 97 ഫോളോവേഴ്സ്. ഇതിന്റെ വീഡിയോ എടുക്കണം അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ തൊണ്ണൂറ്റി. വോയിസ് ഓവർ ഒന്നല്ല, അതൊക്കെ എല്ലാ വോയിസിനകത്ത് പോകാൻ വേണ്ടി. പിന്നെ അപ്പൊ ചേട്ടയൊക്കെ വരുന്നുണ്ട് അല്ലേ. ബർത്ത്ഡേ വ്ളോഗിൽ നമ്മളത് ഇന്നലെ കഴിഞ്ഞിട്ട്. അപ്പൊ സജ്മോനും അവരൊക്കെ കൂടി ഇന്നാണ് വരുന്നത്. ബർത്ത്ഡേന്റെ അന്ന് ഇന്നലെ വന്നിട്ടില്ല, ഇന്നിപ്പൊ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പൊ വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ എന്തായാലും ഞങ്ങള് അതൊക്കെ എന്തായാലും നിങ്ങൾ വ്ളോഗ് ഫോണിൽ കാണും. ഞാൻ അവര് വരുന്നതോടുകൂടി ഞാൻ നിർത്തിയിടും പരിപാടി, സ്റ്റോപ്പ് ചെയ്യണം. എല്ലാരും കൂടി എല്ലാവരും കൂടി വേണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങളിപ്പോ അവിടെ നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ആക്കാനുള്ള പരിപാടി അല്ലേ, നല്ല പരിപാടിയാണ്. ഉള്ളിയൊക്കെ നന്നാക്കിയൊക്കെ വെച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ലഭിച്ച് ഇനിയിപ്പൊ ചിക്കൻ കഴിക്കണം. സബിമോൻ വന്നം. ഇനിയിപ്പോ സബിമോൻ പിന്നെ സബിമോൻ ആ രാവിലെ തന്നെ ഞണ്ടുണ്ടല്ലോ അത് കൊണ്ടുകൊടുക്കാൻ മായച്ചനും മരുമോനും കൂടി പോയിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, ഇവിടെ വെറുതെ ഇരിക്കുന്നു. ഇപ്പൊ അമ്മ വെറുതിരിക്കണതാണ് എല്ലാരും കാണുന്നത്. അമ്മ വെറുതിരിക്കണതൊന്നും എല്ലാരും ഒന്ന് കാണട്ടെ. ഇവിടെ വന്നാൽ എന്നെ മോളെ വീട്ടില് വന്നാല് പണിയെടുപ്പിച്ച് കൊല്ലും എന്ന് പറയും. അതിനൊന്നും പറയൂല, ആരും പറയും. അമ്മ എന്താ കത്തിയൊക്കെ എടുത്തിട്ട് നന്ദനെ ഭീഷണിപ്പെടുത്താം. എന്തായാലും ചിക്കനൊക്കെ എടുത്തിട്ട് അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞ ഒറിജിനൽ ആയിട്ട് വെട്ടിക്കൊന്നു. എപ്പോ എപ്പോന്ന് വെച്ചാല് സമയം ഒരു 10-10:15 നാളെ. അമ്മ ചായ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇനി അമ്മയോടൊക്കെ ഇടക്കിടക്ക് വന്നിട്ട് ചായ ചോദിക്കണം. വെട്ടിക്കൊന്ന് കളയും. അയ്യോ വെള്ളമില്ല, മോട്ടർ അറിയാം. ഇപ്പൊ മെഷീൻ ഓഫ് ആവും. വേഗം മോട്ടർ അമ്മ വാട്ടാക്കുന്നു. മോട്ടർ ഇടാൻ പോകുന്നത് എനിക്കറിയണ്ട ഇത് എന്താണേതാണെന്ന്. എന്തൊട്ടി ഇതെല്ലാം പഠിക്കണ്ടേ, എത്ര കാലം അവിടെയാണെങ്കിൽ എല്ലാം അറിയാം. അതൊന്നും പറയണ്ടേ. മൂല നമുക്കറിയാം, പക്ഷെ അത് ഈ മോട്ടർ എങ്ങനെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടോ? നമ്മക്കങ്ങനെയല്ല അതിനകത്ത് ഹോസ് എടുത്തിട്ടിട്ട് വേണം അടിക്കണമെങ്കിൽ. അതുകൊണ്ട് ഓൾഡ് സിസ്റ്റം, നമ്മളതെല്ലാം ന്യൂ സിസ്റ്റം. മനസ്സിലായി മനസ്സിലായില്ലേ. ചിക്കൻ അതോ ചിക്കൻ 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 കൊണ്ടുവന്ന് ഞാൻ കവറൊക്കെ കഴുകിയിട്ട് കൊന്നേ ചായ കൊടുത്തിട്ടില്ല പരാതി എന്നാ പറയണത്. എനിക്കറിയില്ല എന്താ സംഭവം. അത് ഷുഗർ രോഗിയാണ് പോലും. അതൊന്നും അറിയില്ലേ, എന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയാണ്ട് വന്നിട്ട് ഒന്നും പറയണ്ട. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇഞ്ചി എടുത്താ അമ്മ? ഇഞ്ചി ഇല്ല, ഇഞ്ചി എക്സ്ട്രാ പറഞ്ഞേ. ഇതിപ്പോ 20 രൂപ ഓരോ വീഡിയോ എടുക്കണേലും ഇങ്ങനെ പോവേണല്ല. ഓരോ മിനിറ്റ് അനുസരിച്ചാണ്. നമ്മുടെ ക്യാമറമാൻ ഇതുവരെ വേറെ എവിടെ ഇല്ലാത്ത ഡിമാൻഡാണ് എന്റെ ക്യാമറമാൻ. അമ്മന്റെ ഭാഗ്യം എന്നറിയില്ല, 1000 രൂപ വാങ്ങും. എന്റെ അമ്മ, നീ തിന്നണ്ട എന്നാലേ. ഞാൻ 10 രൂപ തന്നുള്ളൂ.
അല്ല വേറെ എവിടെയെങ്കിലും ഒരു കുടിൽ വെച്ചിട്ട് കിടക്ക് 10 റുപ്യ ഓരോ 10 റുപ്യ ഓരോ സെക്കൻഡിന് പോയാണ്. അപ്പൊ പിന്നെ ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ ഒരു മിനിറ്റിന് 1 മിനിറ്റിന് 10 റുപ്യ. 10 രൂപ എവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും? 2 മര്യാദക്ക് എടുത്താ ഒരു ആത്മാർത്ഥം. ആത്മാർത്ഥ 50 റുപ്യ വേണം തരണം. ആത്മാർത്ഥ വേണമെങ്കിൽ 50 റുപ്യ തരണം. പോയാക്കടാ. ആ പൈസ കളിയില്ല. നീ എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടേക്കല്ലേ. ആ പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് അതിങ്ങനെ കൊറേ പൈസ ആകുമ്പോ അത് വിറ്റിട്ട് കിട്ടുന്ന പൈസനെ കൊണ്ട് ജീവിക്കും. ചിക്കൻ ഞാൻ കഴുകിയെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കോൺഫ്ലവർ പൊടിയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ടാ. പിന്നെ ഞാൻ സ്പെഷ്യലൊന്നും ഇല്ല. എല്ലാവരും പൊരിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് സ്പെഷ്യലാണ്. ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് പൊരിക്കലാണ്. അപ്പം ഇന്നിപ്പോൾ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് അങ്ങോട്ട് ഇത് ചേർക്കാന്ന് വിചാരിച്ചു. അല്ലേ കുരുമുളക് പൊടി ഇല്ല കേട്ടോ അമ്മേ. ഇത് അരച്ചങ്ങോട്ട് ഇട്ടാൽ ഒരു കബാബിൻ്റെ ഒരു ടേസ്റ്റ് വരും. എന്തെങ്കിലും ഒരു വെറൈറ്റി അല്ലേ. ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നവീപ്പ വന്നിട്ട് നവീപ്പനെ കൊണ്ട് കറി ആക്കിക്കാമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഉള്ളിയാകുമ്പോൾ ആ ഒരു റെഡിക്ക് അങ്ങോട്ട് പോയി. ചെറുനാരങ്ങ വെള്ളായിക്കൂടെ? ചെറുനാരങ്ങ വെള്ളാക്കിക്കൂടെയോ? എൻ്റെ മോനെ അതൊക്കെ ചെറുനാരങ്ങ വെള്ളാക്കിക്കൂടി. ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോണം. ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. ഒരു ദാക്ഷിണ്യവും വേണ്ട അല്ല എന്തു. എന്നിട്ട് ഇനി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്തു വെട്ടമില്ല അല്ലേ നമുക്ക് ഇവിടെ. തേച്ച് പിടിക്കാം. മുളക് പൊടിൻ്റെ ഒരു അല്പം കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. മതി അധികം ആക്കണ്ട. ഇതിങ്ങനെ വായി വെക്കുന്ന പ്രശ്നമില്ലല്ലോ. ഉപ്പുറവാ അപ്പൊ ഞങ്ങൾ തിന്നു. ഇത് ചോറ് തിളച്ചിട്ടാ. ചോറ് ബിരിയാണിയൊന്നും പറ്റൂല. അത് അച്ചാച്ചന് അത് അറിഞ്ഞിട്ടോ. അച്ഛന് നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ഇതൊന്നും അച്ഛന് പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഇതാ ചോറ് അവിടെ ഇറക്കി വെച്ചേക്കണം. അച്ഛന് ചോറും കറിയും. ഇത് കറക്റ്റ് സ്ഥലത്തെത്തില്ലെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഇടണത്. അതിന്റെ ഏറ് കളയാൻ വേണ്ടിട്ട് ഓരോ പണി. അതാദ്യം തന്നെ അതിനകത്ത് ഇതാക്കണ്ടേ. ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പ്രവേശനം അവര് വരും. അവർ വന്നോട്ടെ. അവർ വരുമ്പോഴല്ലേ നമ്മ ഇതെല്ലാം സെറ്റാക്കുന്നത്. അല്ല അവർ വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സെറ്റാക്കുന്നത്. പറ ചങ്ങായി എന്ത് പറഞ്ഞു പറ. നീ മുടിയെല്ലാം നമ്മളത്തിട്ട് ഇങ്ങനെ മാന്തല്ല. ആൾക്കാർ പറയും. അവര് വരട്ടെ. ഇതാ നമുക്കപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിളിച്ചോക്കണം. നമ്മളോട് തുടങ്ങിക്കോളാൻ പറഞ്ഞ് ഞങ്ങളിവിടെ തുടങ്ങി. ബാക്കി നമ്മളെ അച്ഛനെല്ലാം ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ തുണിയൊക്കെ വിരിച്ചടക്കുന്നുണ്ട്. അച്ഛനെ ഇരിക്കാൻ കസേര എടുത്തിട്ടില്ല അമ്മ. എന്തൊരു കഷ്ടം. നാട്ടിൽ വീട്ടിൽ വരിക്കാം. അവിടെ മോളെടുത്ത് വന്നിട്ട് പണിയോട് പണി തന്നെ. അമ്മ എന്തിനാ വരുന്നതെന്ന് അറിയാം. മോളെടുത്ത് പണിയെടുക്കാം. അമ്മ നിലത്ത് പിടിച്ച് ഷർട്ട്. അതാ അത് അമ്മേന്റെ തെറ്റാണ്. എവിടെയായാലും എന്തെടുത്താലും കുറ്റം അവിടെ ഉണ്ടാവും. ആന്ന് നല്ലത് ചെയ്താലും കുറ്റം. മൂപ്പിച്ച് നെയ്ച്ചോറും കോഴിക്കറിക്കും ഇതല്ലേ നല്ലത്. പൊടിയെല്ലാം മൂപ്പിച്ച് തേങ്ങ വറുത്ത് അരക്കണല്ലേ ഇപ്പൊ നെയ്ച്ചോറിന്. അത് ശരിയായിരുന്നല്ലേ. തേങ്ങാപ്പാലാ? തേങ്ങാപ്പാൽ ചിക്കൻ കറി കഴിക്കോ? തേങ്ങാപ്പാൽ ഒഴിക്കുമില്ല. നമ്മൾ പ്ലാൻ മാറ്റി കേട്ടാ. ലേശം തേങ്ങ വറക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി അല്ലേ ഇപ്പൊ. ലേശം തേങ്ങ വറക്കാം, അതാണ് നല്ലത്. അപ്പൊ ഒരു ഇത്തിരി കുഴപ്പമിട്ടല്ലോ, കുറച്ച് തേങ്ങ കേട്ടാ. ഒരു ആലോചനക്കുള്ളിൽ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. എന്താ പോരാളി എന്താ ഇങ്ങനെ നിൽക്കുന്നത്?
പോരാളി ഒരു വീഡിയോ കണ്ടിട്ട് പോരാളി വന്ന് തേങ്ങ വറുത്ത ആ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കി ഇങ്ങനെ വെച്ചിട്ടാ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. ഈ അരപ്പ് ഇങ്ങനെ ആദ്യമൊക്കെ ഇട്ട് ചൂടാക്കലുണ്ടാ? ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ വെച്ചാലും ചിക്കൻ കറി എങ്ങനെ വെച്ചാലും ചിക്കൻ കറി ആവും. പക്ഷെ ഇങ്ങനെ തന്നെയാണോ? ഇത് നിങ്ങൾക്ക് അറിയോ? അങ്ങനൊന്നുമില്ല, ഇതൊക്കെ പരിപാടിയാണ്. എപ്പോഴും നമ്മൾ ഉടായിപ്പൊക്കെ അല്ല. മറ്റേ ഇത് എന്തായാലും അരവാദ്യം അതിനകത്തോട്ട് ഇട്ടിട്ടാ. ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അപ്പൊ എല്ലാ പരിപാടിയും കഴിച്ചു സമയമില്ല. അതാണ്. അപ്പോൾ ഇനി ഞാനിത് അവർ വന്നതും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എല്ലാം വ്ളോഗ് ഫോറിൽ വിശദമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും വെറുപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് അവർ പോകുന്നതാണ് ഞാൻ എടുത്തത്. ചോറ് മീനൊക്കെ ദേ എടുത്തേക്കണം പാത്രത്തിലൊക്കെ ആക്കിയിട്ട്. വോയിസ് ഇല്ല, നിങ്ങൾ ആരും വോയിസ് ഇല്ല. ലാസ്റ്റ് മാത്രം ബാക്കിയെല്ലാം പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പോട്ടെ, പരീക്ഷക്കൊക്കെ പോട്ടെ. നല്ല നല്ല എന്തെങ്കിലും കഴിക്കും, നല്ല പോലെ പഴമൊക്കെ എടുത്ത് കഴിക്കും. അതിപ്പോ ഇച്ചിരി ചോറ് കൊടുക്കാം. അമ്മ പോകുമ്പോ നന്ദനോട് കഴിക്കണം അത് ഇതെന്ന് പരീക്ഷയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി കേട്ടാ. അപ്പം എല്ലാവരോടും ഞാൻ ചേട്ടനോടും നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വോയിസ് ഒന്നും ഞാൻ ഇടുന്നില്ല, എൻ്റെ വോയിസ് ഓവറിലാണ് ഞാനിവിടെ വീഡിയോ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ബാക്കിയൊരു പരിപാടി എഴുതി തന്നിട്ടാണ് പോയത്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നതും എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം ഞാനത് മാറ്റാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ ഷോപ്പിൽ വന്നതാട്ടാ. അപ്പോൾ ആ സമയത്ത് അവർ നോമ്പ് തുറക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നു. എന്നിട്ട് ഷോപ്പ് തുറന്നതിന് ശേഷം എനിക്ക് ആ ടോപ്പ് ഒന്ന് ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ സൈസും ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.